ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അവിയൽ റെസിപ്പിയുമായിട്ടാണ്. ഓണമൊക്കെ അടുത്ത് വരികയില്ലേ. ഓണം സ്പെഷ്യൽ, കല്യാണം സ്പെഷ്യലിലൊക്കെയുള്ള അവിയൽ, നല്ല ഡ്രൈ ആയിട്ടുള്ള അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചക്കറി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി മുറിയും എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത തേങ്ങ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നല്ല ജീരകം, 5-6 വെളുത്തുള്ളി, ശകലം കറിവേപ്പില, 4 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകരുത്. അതിനുശേഷം ഇതിലേക്ക് ഒഴിക്കാനുള്ള പുളി ഒരു നാരങ്ങ വലുപ്പത്തിൽ പിഴിപുളി എടുത്തിട്ടുണ്ട്. അത് കഷ്ണങ്ങൾ വേവുവോളം നമുക്കിതിനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് അലിയിച്ച് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ചേന 200 ഗ്രാം, കുമ്പളങ്ങ 200 ഗ്രാം, അമരപ്പയർ 100 ഗ്രാം, ഉരുളക്കിഴങ്ങ് 200 ഗ്രാം, ക്യാരറ്റ് 100 ഗ്രാം, ദുധി ചൊരയ്ക്ക എന്ന് പറയും 100 ഗ്രാം, കോവയ്ക്ക 100 ഗ്രാം, പച്ചമുളക് നല്ല എരിയുള്ളത് 5-6, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, വെളിച്ചെണ്ണ ഒരു വലിയ ടേബിൾ സ്പൂണ്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കഷ്ണങ്ങളെല്ലാം പിടിച്ചിരിക്കത്തക്ക പോലെ മഞ്ഞളും ഉപ്പും നല്ലതുപോലെ പിടിച്ചിരിക്കത്തക്ക പോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് പച്ചക്കറി ഇളക്കരുത്. അതിനുശേഷം ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം ഇറങ്ങുന്നിടം വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ സ്ലോ ഫ്ലെയിമിലാക്കണം. കണ്ടോ, ഇതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലെ പച്ചക്കറിക്കൊക്കെ വേവ് കുറവാണ്. ചേനയായാലും പെട്ടെന്ന് വെന്ത് കിട്ടും. വേനൽക്കാലത്തെ ചേനയ്ക്കൊക്കെയാണ് വേവ് ഒരുപാടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലോട്ട് ഇനിയും നമുക്ക് പച്ചക്കറി ഇടാൻ ബാക്കിയുണ്ട്. മുരിങ്ങക്കായും കായും അതിന് വേവ് കുറവാണ്. അതാണ് നമ്മൾ ഇടയ്ക്കിടുന്നത്. നമുക്ക് മുരിങ്ങക്ക 100 ഗ്രാം ഉണ്ട്, അതിട്ട് കൊടുക്കാം. കായ 200 ഗ്രാം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഒരു 5 മിനിറ്റ് സ്ലോ ഫ്ലെയിമിലൊന്ന് ആവി കയറ്റി കൊടുക്കണം. അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണമെല്ലാം ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മുരിങ്ങക്ക എടുത്ത് പൊട്ടിച്ച് നോക്കാം. മുരിങ്ങക്ക പൊട്ടിയെങ്കിൽ നമ്മുടെ അവിയൽ വെന്തു എന്ന ലക്ഷണം. മുരിങ്ങക്ക എല്ലാം പൊട്ടിയിട്ടുണ്ട്, കഷ്ണങ്ങളെല്ലാം. ഇനിയും നമുക്ക് ഇതിനേക്കുള്ള പുളി, പിഴിഞ്ഞു വെച്ച പുളി ഒഴിഞ്ഞു കൊടുക്കാം. ഞാനിവിടെ പിഴിപുളിയാണ് ഒഴിക്കുന്നത്. സാധാരണ ചിലരൊക്കെ തൈരാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അതിനതിൽ ഉപയോഗിക്കാം, മാങ്ങായും തൈരും ഒക്കെ. പക്ഷെ ഞാനിപ്പം പിഴിപുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചതച്ച് വെച്ച തേങ്ങായും ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തേങ്ങയൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് ഇതിനെ ഒന്ന് ആവി കയറ്റണം. ആ തേങ്ങയുടെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. കഷ്ണങ്ങളെല്ലാം ഏകദേശം 1.25 കിലോയോളം ഉണ്ട്. ഇത് 10 പേർക്ക് സെർവ് ചെയ്യുന്ന ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റാം. ആവി ഇവിടെ കയറ്റി കഴിഞ്ഞു. നമുക്കിതിനെ ഒരു കറിവേപ്പില ഒന്ന് ഞെരടി കൊടുക്കാം, നല്ലപോലെ മണം കിട്ടാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലാസ്റ്റിൽ ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ
അവിയൽ ഇവിടെ റെഡിയാകും. നമുക്ക് ഇളക്കി കൊടുക്കാം. ചട്ടുകം ഇട്ട് ഇളക്കുമ്പോൾ കഷ്ണങ്ങളൊന്നും ഒത്തിരി പൊടിയത്തില്ല. അതാണ് ഈ ചട്ടുകം ഇട്ട് ഇളക്കുന്നത്. തവികളൊക്കെ ഇട്ടാൽ കഷ്ണങ്ങളെല്ലാം അങ്ങ് കുഴഞ്ഞു പോകും. അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ, ഓണം സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.